നമസ്കാരം. NTVയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സാരഥിയിലേക്ക് സ്വാഗതം. ഇന്ന് സാരഥിയിൽ നമ്മോടൊപ്പം ചേരുന്നത് മിസ്റ്റർ ഫാസിൽ മുസ്തഫ. ഇന്ന് റമദാൻ്റെ 13ാമത്തെ ദിവസമാണ്. ഈ പുണ്യവേളയിൽ നന്മയുടെ ഒരു നേരിയ വെളിച്ചം ഈ സമൂഹത്തിന് നൽകിയ ഫാസിൽ മുസ്തഫയാണ് ഞാനിന്ന് സാരഥിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫാസിൽ, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് എവിടെന്നോ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു സ്റ്റാറ്റസിൽ നിന്നാണ് ഫാസിൽ ചെയ്ത എല്ലാ പ്രവൃത്തികളും ഞാൻ അറിയാനിടയായത്. അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്തെന്ന് വെച്ചാൽ ഭക്ഷണപ്പൊതികൾ, അല്ലേ? ഭക്ഷണപ്പൊതികൾ സ്വന്തം വീട്ടിൽ തയ്യാറാക്കി ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ആഹാരം കിട്ടാൻ സാധ്യത കുറവുള്ള ഏരിയയിൽ ലേബർ ക്യാമ്പുകളിൽ അല്ലേ കൊണ്ട് ചെന്ന് സപ്ലൈ ചെയ്യുന്നു എന്നതിലുപരി അദ്ദേഹം ചെയ്യുന്നത് സ്വന്തം കുട്ടിയിലൂടെ മോനെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ഞാൻ കണ്ട ഒരു FB സ്റ്റാറ്റസ്. അപ്പോൾ പലരും ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റമദാൻ സമയത്ത് ഫുഡ് പലർക്കും കൊടുക്കുന്നുണ്ടാവാം, പല സ്ഥാപനങ്ങളും ചെയ്യുന്നുണ്ടാവും, പല വ്യക്തികളും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നുണ്ടാവും. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കി ഫാസിൽ മുസ്തഫ എന്ന വ്യക്തിയെ കൂടുതൽ നോട്ടീസ് ചെയ്യാൻ കാരണം മോനെ കൊണ്ട് കൊടുപ്പിച്ചു എന്നുള്ളതും ഫേസ്ബുക്ക് സ്റ്റാറ്റസിൽ കണ്ട ഒരു കമൻറ്റുമാണ്. ഫാസിലിൻ്റെ തന്നെ ഒരു സ്റ്റാറ്റസ് എന്തെന്ന് വെച്ചാൽ, ഉപ്പ നമ്മൾ കൊടുത്തപ്പോൾ നമ്മുടെ കയ്യിലെ ഭക്ഷണ പൊതി തീർന്നു പോയല്ലോ, അടുത്ത് നിൽക്കുന്ന 2 പേർക്ക് നോമ്പ് തുറക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് മോൻ ആകുലപ്പെട്ടതായിട്ട് ഫാസിലിൻ്റെ തന്നെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് കുട്ടി തന്നെ അതിനൊരു ഉത്തരം പറയുന്നു, ഞങ്ങൾ സ്കൂളിൽ ഭക്ഷണ പൊതികൾ സ്നാക്സ് പങ്കുവെച്ച് കഴിക്കും പോലെ അവരും അത് പങ്കുവെച്ച് കഴിക്കുമായിരിക്കും അല്ലേ ഉപ്പ എന്ന് ചോദിക്കുന്ന ഒരു സ്റ്റാറ്റസ് വളരെ ടച്ചിങ് ആയിട്ടും ഇന്നത്തെ നാമമാത്രമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു കമൻ്റായിട്ടും എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഫാസിൽ മുസ്തഫ നമ്മുടെ NTVയോടൊപ്പം സാരഥിയോടൊപ്പം ചേരണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചത്, അല്ലേ? ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ എന്തായിരുന്നു ഇൻസ്പിറേഷൻ? ഇതിനകത്തൊരു ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഗൾഫ് ജീവിതം, പ്രവാസ ജീവിതം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന വീടുകളിൽ അത് റിലേറ്റീവ്സിൻ്റെ ആയിക്കോട്ടെ, സുഹൃത്തുക്കളുടെ ആയിക്കോട്ടെ, കുഞ്ഞു മക്കൾക്ക് പോലും അതായത് അതുവരെ പൊടി പിടിച്ച് ആർക്കും വേണ്ടാതെ കിടക്കുന്ന കളിപ്പാട്ടങ്ങൾ, അതെന്തോ ആയിക്കോട്ടെ, സൈക്കിളോ, ഇവൻ ചിലപ്പോൾ അവരുടെ നമുക്ക് തന്നെ തോന്നും, ഇതിന് വേണ്ടിയിട്ടാണ് അടികൂടുന്നതെന്നുള്ള തോന്നിപ്പോകുന്ന അങ്ങനെയുള്ള ചില കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന വിരുന്നുകാരൻ, അത് 2 വയസ്സുകാരനോ 3 വയസ്സുകാരനോ ചെറിയ പിഞ്ചു കുഞ്ഞോ ആയിക്കോട്ടെ, അവർക്ക് കൊടുക്കാൻ പോലും മനസ്സ് വരാതെ അത് എൻ്റെ എന്ന് പറഞ്ഞ് എടുക്കുന്ന ഒരു ശീലം ഈവൻ അത് എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ മക്കൾക്കും ഉണ്ട്, ഞാൻ പോകുന്നിടത്തെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മീൻസ് ഇതെങ്ങനെ നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് നാട്ടിലെ മക്കൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററാണ്, അവർ ഷെയർ ചെയ്ത് വളരുന്നുണ്ട്. ഇവിടുത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ചുമരുകൾക്കകത്ത് സ്കൂളിൽ പോവുകയാണെങ്കിൽ ആ AC ഉള്ള ബസ്സിനകത്ത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂള്, ഇതിനിടയിലുള്ള അനുഭവങ്ങൾ അവർക്ക് വളരെ കുറവാണ്. ഇവൻ അതേ സമപ്രായക്കാരുമായിട്ടുള്ള സംസാരവും അങ്ങനെയുള്ളത് വരെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് അങ്ങനെയുള്ള സെൽഫിഷായി പോകുന്നത്. പിന്നെ മാതാപിതാക്കളും കുറേ കൂടെ മീൻസ് ആകെ കിട്ടുന്ന വെള്ളിയാഴ്ചകളിൽ ഷോപ്പിംഗ് മാള് അല്ലെങ്കിൽ ഒരു ബീച്ച്, ഇതിനപ്പുറത്തേക്ക് ഒരു ലോകം അവർക്ക് കാണിച്ചു കൊടുക്കാൻ അവരും തയ്യാറാവുന്നില്ല. അതിനുള്ള സമയമായിട്ട് അവർക്ക് ഇല്ലതാണ്. അത് അവരുടെ കുറ്റമല്ല, കാരണം ഇവിടുത്തെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പം എന്തായാലും റമദാൻ മാസമാണ്, പുണ്യമാസമാണ്. അപ്പോൾ ഇവിടെ റമദാൻ മാസത്ത് കുട്ടികൾക്ക് വെക്കേഷനാണ്. ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾ വീട്ടിലുണ്ടാവും, മാതാപിതാക്കളുണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് ഈ സമയം, അവർക്ക് ഫ്രീ ആയി കിട്ടുന്ന ഈ സമയം നമുക്ക് അതിനുവേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സമൂഹത്തിന് നാളത്തെ സമൂഹത്തിന് അത് ഗുണം ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തുവിടാം? അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അതായത് 30 ദിവസം 2 മീൻസ് എന്നെ കൊണ്ടാവുന്നത് 2 ഭക്ഷണ പൊതികൾ കൊണ്ട് എൻ്റെ മോനെ കൊണ്ട് തന്നെ ഈ ലേബർ ക്യാമ്പിലെ അർഹരായ ലേബർ ക്യാമ്പ്, അതായത് 1000 ദിർഹംസിന് താഴെ ശമ്പളം വാങ്ങിക്കുന്ന, നമുക്ക് അവിടുത്തെ സിറ്റുവേഷനൊക്കെ നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാം, എൻ്റെ ഒരുപാട് ഫോട്ടോകൾ കാണുന്നവർക്ക് അറിയാൻ പറ്റും എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അങ്ങനെ എത്തിച്ച എൻ്റെ 3ാമത്തെ ദിവസം തന്നെയാണ് നേരത്തെ ചോദിച്ച, അതായത് കമൻറ്റ്, അതായത് ഞാൻ 2 ഭക്ഷണമേ കൊടുത്തുള്ളൂ. അപ്പോൾ അവിടെ പണിതുകൊണ്ടിരിക്കുന്ന 2 പേർക്ക് കൊടുത്തു. നമ്മൾ തിരിച്ചു വരാൻ നേരത്താണ് മോൻ കാണുന്നത് അപ്പുറത്ത് മറ്റൊരു 2 ആൾക്കാരും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിക്കകത്ത് കയറിയതിന് ശേഷം അവൻ ചോദിച്ചൊരു ചോദ്യമാണ് നേരത്തെ ചോദിച്ചത്. അതായത് ഈ നമ്മൾ 2 പേർക്കാണ് കൊടുത്തത്, ആ 2 പേര് എന്ത് ചെയ്യും? അവരും ഇതേപോലെ നോമ്പെടുത്ത് വിശന്നിരിക്കുകയല്ലേ.
അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ പട്ടിണിയാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്കതിന് പെട്ടെന്ന് എന്ത് ഉത്തരം പറയണമെന്ന് എനിക്കും അറിഞ്ഞില്ല. ഞാൻ കുറേ നേരം ചിന്തിച്ചു. അപ്പോൾ ഞാൻ ആ ചിന്തിച്ച സമയത്ത് അവൻ തന്നെ അതിന് ഉത്തരം കണ്ടെത്തി എന്നുള്ളതാണ്. കാരണം വാപ്പി ചിലപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം ഷെയർ ചെയ്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കഴിക്കുന്ന പോലെ അവരും ഷെയർ ചെയ്ത് കഴിക്കുമല്ലേ വാപ്പി എന്ന് അവൻ തന്നെ അതിന് ഉത്തരം പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരിലേക്ക് എത്തുന്നുണ്ട് എന്നതിന് തെളിവ്. അപ്പോൾ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കാത്തതിൻ്റെ പ്രശ്നമുള്ളൂ. അവസരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാനും ആ നന്മ അവരുടെ മനസ്സിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു കോണിലെത്താനും അവർക്ക് സഹായിക്കും, ഉറപ്പാണ്. ഓക്കെ, മകൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അപ്പോഴുണ്ടാകുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ കുട്ടികളിലേക്ക് ദയാവായ്പും കാരുണ്യവും എത്തിക്കാൻ ആദ്യം പാരൻസ് തന്നെയാണ് ശ്രമിക്കേണ്ടത്. വളരെ നല്ല ഒരു ഇനിഷ്യേറ്റീവായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ഫാസിൽ മുസ്തഫ ചെയ്യുന്നത്. ഇത് ഒരു ക്രിറ്റിസിസമായിട്ട് കാണരുത്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, 2, 3, 4 വയസ്സുള്ള കുട്ടികളിലേക്ക് ഇങ്ങനൊരു പ്രവൃത്തി കൊണ്ടുവന്നാൽ അവരുടെ സ്വഭാവ രൂപീകരണത്തെ, കാരണം ഒരു വർഷത്തിലെ 1 മാസം മാത്രമാണ് റമദാൻ അല്ലേ, അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നാൽ അവരുടെ ഒരു സ്വഭാവ രൂപീകരണത്തെ അല്ലെങ്കിൽ കാരുണ്യവും നമ്മുടെ മൂല്യങ്ങൾ അറിഞ്ഞു വളരുന്ന നല്ലൊരു തലമുറയാക്കി വളർത്താൻ ഈ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രം സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം എന്തുകൊണ്ടല്ല, നമ്മളിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. കാരണം ഗർഭാവസ്ഥയിൽ 3 മാസം മുതൽ നമ്മുടെ എല്ലാ അമ്മമാരും ഒരുവിധം, അത് ജാതിയോ മതമോ നോക്കണ്ട, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ബൈബിള്, ഭഗവത്ഗീത, ഖുർആൻ, ഇതെല്ലാം കുഞ്ഞിനെ ഉദരത്തിൽ വെച്ചുകൊണ്ടിട്ടാണ് അവർ ഓതുന്നത് അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മയുള്ള മനുഷ്യത്വമുള്ള സമൂഹത്തിനും വീടിനും ഗുണമുള്ള നല്ലൊരു മക്കളായിട്ട് വരാൻ വേണ്ടി ആ പുണ്യഗ്രന്ഥത്തിൻ്റെ അതിൻ്റെ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ വളരാനാണ് നമ്മളതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് കൂടാതെ അമ്മ ദുഃഖപ്പെടുമ്പോൾ, സന്തോഷിക്കുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ ഇതെല്ലാം കുട്ടി അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് 3 വയസ്സ് ആയിട്ടുള്ള കുട്ടിക്ക് ഇത് മനസ്സിലാകില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ അത് ചെയ്യേണ്ട എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അത് കൺവേ ചെയ്യപ്പെടുന്നു എന്നൊരു ഉദാഹരണം തന്നെയാണെന്ന് തോന്നുന്നു മോൻ പറഞ്ഞതല്ലേ, ഷെയർ ചെയ്ത് കഴിക്കുമെന്നും മോൻ പറഞ്ഞതല്ലേ. പിന്നെ FB-യിൽ ഞാൻ കണ്ട ഒരു നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞാൽ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നൊരു കമന്റ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നെഗറ്റീവ് കമന്റ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ലൊരു പ്രവൃത്തി ചെയ്താലും അതിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരും. ഇത്തരം നെഗറ്റീവ് കമന്റ്സ് ഊർജം ഇല്ലാണ്ടാക്കുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് എങ്ങനെ എടുക്കുന്നു ഫാസിൽ? അല്ല, ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം 30 ദിവസം 2 ഭക്ഷണപ്പൊതി കൊണ്ട് 60 പേരിലേക്ക് എത്തുക എന്ന് മാത്രമാണ് ഞാൻ മനസ്സിൽ കരുതിയത്, ഞാൻ നിയത്ത് ചെയ്തത്. പക്ഷെ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ FB പോസ്റ്റിലൂടെ ഇത് പല ആൾക്കാരും കാണാനിടയായി. അങ്ങനെ തന്നെയാണ് സോജിയും കണ്ടത്. അപ്പോൾ എനിക്ക് പല കോളുകൾ വരാൻ തുടങ്ങി. ഇന്ന് നോമ്പ് 1 മുതൽ ഇന്ന് വരെ ഞാൻ 60 എണ്ണമാണ് മനസ്സിൽ കൊടുക്കാൻ തീരുമാനിച്ചത് മോനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക്. പക്ഷേ ഇന്ന് ഈ 13ാമത്തെ നോമ്പ് വരെ 585 പേരിലേക്ക് എനിക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞു. അത് ഞാൻ എത്തിക്കുന്നതല്ല, ഇതുപോലെ എൻ്റെ പോസ്റ്റുകൾ കണ്ട് മക്കളെ കൊണ്ട് കൊടുപ്പിക്കണം, അല്ലെങ്കിൽ അവരെ നന്മയുള്ളവരായിട്ട് വളർത്തണം, അതായത് ദൈന്യത കാണുമ്പോൾ മുഖം തിരിക്കാത്ത മക്കളായിരിക്കണം എൻ്റെ മക്കൾ എന്ന് ആഗ്രഹിച്ച് എന്നെ വിളിക്കുന്ന പാരൻസ്, അവരുടെ സഹകരണത്തോടു കൂടി ചില കുടുംബം മാതാപിതാക്കൾ 10 പൊതി കൊണ്ടുവരുന്നുണ്ട്, ചിലവർ 50, ചിലവർ 80, അവരവരുടെ കഴിവിനനുസരിച്ച്. അപ്പോൾ ഞാൻ അവരോട് ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പൊതിയാണെങ്കിലും അത് ആ മക്കളെ കൊണ്ട് കൊടുപ്പിച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലുമൊക്കെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു കോണിൽ അവർ കിടക്കും. അത് എന്നെങ്കിലും ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ആ നന്മ ചിലപ്പോൾ അവരിൽ ഉടനെ തന്നെ അത് പ്രത്യക്ഷപ്പെട്ടോളണമെന്നില്ല, പക്ഷേ അവരുടെ ലൈഫ് സ്പാനിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് പ്രതിഫലിച്ചിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരെ പറഞ്ഞിരുന്നു, കുറേ പേരെ കോൾസ് വന്നു, അവരെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് ഒരു ദിവസം തന്നെ വിശപ്പ് മാറ്റാൻ ഒരുപാട് പേരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. 2 എന്നുള്ളതിൽ 100ലേക്കും 150ലേക്കും ഇന്നലെ എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റാറ്റസ് കണ്ടപ്പോൾ 150 അല്ലേ, 150 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും. ഇത് ആരൊക്കെയാണ്, ഏതൊക്കെ വ്യക്തികളാണ്, ഏതൊക്കെ മത സമൂഹത്തിൽ നിന്നുള്ളവരാണ്? ഒരു മതസൗഹാർദ്ദം തന്നെ എനിക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടല്ലോ. വ്യക്തികളുടെ പേര് പറയണമെങ്കിൽ ഫാസിലിന് പറയാം. മാത്രമല്ല ഈ പ്രവൃത്തി മതസൗഹാർദ്ദം കൂട്ടി ഉറപ്പിക്കുന്ന ഒന്നാണോ? ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അല്ല, കാരണം ഇങ്ങനെ ഞാൻ പോയ ക്യാമ്പുകളിലും എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട് അല്ലെങ്കിൽ മക്കളെ കൊണ്ട് കൊടുപ്പിക്കണം എന്ന് ആഗ്രഹിച്ച് വന്ന മാതാപിതാക്കൾ
അവരെയും കൊണ്ട് ഓരോ ക്യാമ്പിൽ പോകുന്ന സമയത്ത് നമുക്ക് അതിലൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. കാരണം ഇത് മതസൗഹാർദ്ദം എന്നുള്ള ആ ഒരു സംഭവം പറഞ്ഞോളൂ. കാരണം അത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി കഫ്തീരിയയിൽ കയറിയാലും ഹിന്ദുവും മുസ്ലിമും എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു വാക്കെങ്കിലും സംസാരിക്കാതെ ഇറങ്ങാത്ത ആരുമില്ല എന്ന്. മീൻസ് അങ്ങനെ ഒരു അവസ്ഥയാണെന്നുള്ളത്. അപ്പോൾ എടുത്തു പറയേണ്ട 1-2 ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ദീപക്. അദ്ദേഹം മലയാളിയല്ല, നോർത്ത് ഇന്ത്യൻ ആണ്. എൻ്റെ FB പോസ്റ്റ് കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് അദ്ദേഹത്തെ അത് കാണിക്കുകയും അദ്ദേഹം അതിൽ ഇൻട്രസ്റ്റഡായി അദ്ദേഹം 85 പേർക്ക് കൊടുക്കാം, മക്കളെ കൊണ്ടിട്ട് തന്നെ കൊടുപ്പിക്കാമെന്ന് ഏറ്റ് അദ്ദേഹം വരികയുണ്ടായി. അങ്ങനെ ഞങ്ങൾ ബാങ്ക് വിളിക്കാറായി. അതിനു മുമ്പ് സെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ, കുറച്ച് ഹിന്ദുസ്, അവർ ഇതൊരു കുറ്റമായിട്ട് കാണണ്ട, അവർ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്താ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ ദീപക്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിംസ് അല്ല, 2 ഞങ്ങൾ നോമ്പെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അവർ കഴിച്ചോട്ടെ, ഞങ്ങൾ അതിന് ശേഷം കഴിച്ചോളാം. വളരെ വിനയത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട ഒരു മുസ്ലിം സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ക്യാമ്പിൽ തന്നെ ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, അത് സാരമില്ല സാറേ, അവർ പിന്നെ കഴിച്ചോട്ടെ, കാരണം നമുക്കെല്ലാം ഇരിക്കാം, അവർക്ക് വേണ്ടിയിട്ടുള്ള 10 പൊതികൾ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം കഴിച്ചോളും. അപ്പോൾ ദീപക് എന്ന് പറഞ്ഞ അദ്ദേഹം ആ മനുഷ്യത്വമുള്ള മനുഷ്യൻ, അങ്ങനെ തന്നെ പറയണം. സത്യത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിലാണ് ഈ പറഞ്ഞ പോലെ മതേതര ഇന്ത്യ സുരക്ഷിതമായിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരിക്കാം, ഞാനും ഒരു ഹൈന്ദവനാണ്, ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുന്നത് കൊണ്ടിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് എനിക്കൊന്നും അറിയണമെന്നുണ്ട്, വാ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച ആ അനുഭവം, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു അനുഭവമായിരുന്നു. പിന്നെ അതുകൂടാതെ ബിപിൻ ആനന്ദ് അദ്ദേഹത്തിൻ്റെ പത്നി 5 മാസം പ്രഗ്നൻ്റ് ആണ്, 2 വയസ്സുള്ള മോനെയും കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വന്നത്. കാരണം അരമണിക്കൂർ, ഒരു 10-15 മിനിറ്റ് ഒരേ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം എണീറ്റ് നിൽക്കണം, അങ്ങനെ മീൻസ് ഗർഭാവസ്ഥയിലുള്ള ഉള്ളതുകൊണ്ടിട്ട്. എന്നിട്ട് പോലും അദ്ദേഹം ഈ ഒരു പുണ്യപ്രവൃത്തി അല്ലെങ്കിൽ നന്മ, അല്ലെങ്കിൽ ആ 2 വയസ്സുള്ള മോനിലേക്കും ഇത് എത്തണം, ഈ ഒരു നന്മ എത്തണം, അല്ലെങ്കിൽ കൊടുക്കാനുള്ള മനസ്സവനിൽ ഉണ്ടാവണം. ദൈന്യത കാണുമ്പോൾ മുഖം തിരിക്കാത്ത ഒരു മനസ്സ് അവനിൽ ഉണ്ടാവണം വലുതാവുന്ന സമയത്ത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരു ഫാമിലിയാണ് ബിപിൻ ആനന്ദും അമ്പിളിയും. അവിടെയും ഒരു മതസൗഹാർദ്ദമാണ്. അതെ. ശരി. അപ്പോൾ കുട്ടികളിലേക്ക് മൂല്യം എത്തിക്കുന്നതിലുപരി മതസൗഹാർദ്ദം കൂടെ ഉറപ്പ് വരുത്തുന്നതാണ്. മാത്രമല്ല, കുട്ടികളിലേക്ക് മൂല്യം ആദ്യം മുതലുള്ള FB പോസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ള കുട്ടികളെ നല്ല പൗരന്മാരായിട്ട് വളർത്തുക, അവരിലേക്ക് മൂല്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് നോക്കിയപ്പോൾ വിശന്നിരിക്കുന്ന മുന്നിൽ ആഹാരം എത്തുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു പുണ്യപ്രവൃത്തിയിലും കുറഞ്ഞതല്ല അല്ലേ. ചിലപ്പോൾ അവർക്ക് പള്ളിയിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ആ സമയം വരെ അവർ ജോലി ചെയ്യുന്നുണ്ടാവും, അങ്ങനെ ഒരു മൂല്യം കൂടെ ഉണ്ട് അല്ലേ. ഈ സമയത്ത് നോമ്പെന്ന് പറയുമ്പോൾ ശരിക്കും രാത്രിയാണ് തുറക്കുന്നത്, 7-7:30 മണിയോളം എത്തുന്നുണ്ട്. അപ്പം അല്ലേ, അപ്പോൾ ജോലി ചെയ്ത് തളർന്നിരിക്കുന്നവരുടെ മുന്നിൽ ചിലപ്പോൾ അവർക്ക് ഒരു പള്ളിയിൽ പോയ ആഹാരം കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അവർ ലേബർ ക്യാമ്പിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി അവർക്ക് കഴിക്കാൻ പറ്റുമായിരിക്കും. അവരുടെ അവശതയിലാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ആ അവശതയിൽ വിശന്ന് ഇരിക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ ആഹാരമായിട്ട് ചെയ്യുന്നത് ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരു പുണ്യപ്രവർത്തിയെക്കാട്ടിയും കുറഞ്ഞതായിട്ട് തോന്നുന്നില്ല ഫാസിൽ. കുട്ടികളിലേക്ക് മൂല്യം എത്തിക്കുക എന്ന് മാത്രമല്ല, ഇതും മതസൗഹാർദ്ദവും എല്ലാം ഇതിലൊരു കമ്പോണന്റ് ആയിട്ട് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ചെയ്തത് ഡോക്ടർ ആഷിഫ, ദുബായിലെ കരാമ മെഡിക്കൽ സെൻ്ററിലെ ഒരു പ്രശസ്തയായ ഒരു GP ഡോക്ടറാണ്. അവർ ഇതേപോലെ എൻ്റെ പോസ്റ്റ് കണ്ടിട്ടാണ് വിളിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഇല്ലാത്തൊരു ഡോക്ടറാണ്. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ മീൻസ് ആരോ നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകർ മീൻസ് എൻ്റെ FB പോസ്റ്റിലുള്ള ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്ത കൂട്ടത്തിൽ ഡോക്ടർ കാണാനിടയായ ഒരു പോസ്റ്റാണ്. അങ്ങനെയാണ് ഡോക്ടർ എന്നെ വിളിക്കുന്നത്. ഫാസിൽ, ഞാൻ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്, യത്തീംഖാനയിലും നാട്ടിലും അവിടെ എല്ലാം ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഫാസിൽ പറഞ്ഞ ആശയത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കാരണം ഇവിടുത്തെ മക്കൾ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ ജീവിക്കുന്ന മക്കൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു അവസരം കിട്ടുന്നില്ല. നമുക്കും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളും തിരക്കിലായി പോവുകയാണ്. അപ്പോൾ എൻ്റെ മോളെ കൊണ്ടിട്ട് എനിക്ക് 150 പേർക്ക് കൊടുക്കണം എന്നുണ്ട്. 2 മക്കളാണുള്ളത്, ഒരു മോനും മോളും. അപ്പോൾ അവരെ കൊണ്ടിട്ട് കൊടുക്കണം താല്പര്യമുണ്ട്. ഏത് ക്യാമ്പിലാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസിൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തോ, ഞങ്ങൾ ഭക്ഷണമായിട്ട് എത്തിക്കോളാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇത് മീൻസ്
ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കാണാതെ ഡോക്ടർ എന്തായാലും ആ ഒരു മൂല്യം അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. നമ്മൾ പറഞ്ഞ ആ ഒരു മെസ്സേജ് അതൊരു തെറ്റാണ്, അല്ലെങ്കിൽ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത്, അതൊരു തെറ്റാണ് എന്നുള്ളതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സമൂഹത്തിൽ മാന്യതയുള്ള വ്യക്തികളത് ഏറ്റുപിടിക്കില്ലല്ലോ അല്ലേ. അപ്പൊ പിന്നെ മാത്രമല്ല അത് അറിഞ്ഞതുകൊണ്ടാണ് ദിവസം 2 പേരുടെ വിശപ്പിൽ കൂടുതൽ നിങ്ങൾക്ക് ശമിപ്പിക്കാൻ കഴിഞ്ഞത്. ഇന്നേ വരെ 585 പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ നല്ല ഒരു മൂവ് തന്നെയാണ്. ഇനി എനിക്കറിയേണ്ടത്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫാസിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തോളൂ എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ഈ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത്? അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുമ്പോൾ വീട്ടിലാണോ കുക്ക് ചെയ്യുന്നത്, അത് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണോ ചെയ്യുന്നത്? ഇതിൽ എല്ലാം ഉണ്ട്. കാരണം ചില പാരൻസ് വിളിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ ജോലി എടുക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ വീട്ടിൽ കുക്ക് ചെയ്യാനുള്ളൊരു സാവകാശം കിട്ടില്ല. പിന്നെ വൈകുന്നേരങ്ങളിൽ പോയി ഹോട്ടലിൽ പോയി കിറ്റ് വാങ്ങിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം അവർക്കുണ്ടാവില്ല. പിന്നെ എനിക്ക് വരുന്ന കോള് ചിലപ്പോൾ കാലത്തൊരു 10 മണി വരെ ഞാനും ഡ്യൂട്ടിയിലായിരിക്കും. അപ്പോൾ എനിക്കും പെട്ടെന്ന് പോയി വാങ്ങിക്കാൻ എടുക്കാനാണ്. അപ്പോൾ ഞാൻ ആകെ ചെയ്യുന്ന വെച്ചാൽ വൈഫ് അത്യാവശ്യം കുക്ക് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ്. വൈഫിൻ്റെ നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 10 മണിക്കും 11 മണിക്കും ഞാൻ വിളിച്ച് പറയും ഇന്നൊരു 10 പേർക്കുള്ളത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ചെയ്യാം. അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ 10ഉം 20ഉം ഒക്കെ 30 വരെയുള്ളതൊക്കെ നമ്മൾ തൽക്കാലം വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അതല്ലാതെ അപ്പോഴും ശ്രദ്ധിക്കാൻ പറയേണ്ടതെന്ന് വെച്ചാൽ വൈഫും നോമ്പ് പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. അപ്പോഴും 10 പേർക്കും 30 പേർക്കും ഒക്കെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അതും ഒരു വലിയ കാര്യം തന്നെയാണ്. അതെ. അതിന്റെ കൂടെ വൈഫ് പറയുന്ന ആ ഒരു പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങി ആദ്യത്തെ 2 നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഇക്കായ നോമ്പ് തുറക്കാൻ വീട്ടിൽ കിട്ടിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് നോമ്പ് തുറക്കുന്നത്. അപ്പോൾ ഞാൻ മിക്കവാറും ഞാൻ ക്യാമ്പിലുള്ള തൊഴിലാളികളുടെ ഒപ്പം തന്നെ ആയിരിക്കും ഞാൻ നോമ്പ് തുറക്കുണ്ടാവുക. ഞാനും എൻ്റെ മോനും. ഫാസിലിന് ഒരു മോള് കൂടിയുണ്ടോ? മോള് കൂടിയുണ്ട്. മോള് ഉമ്മയുടെ കൂടെ വീട്ടിലുണ്ടാവും. ഓക്കെ. അപ്പൊ ഈ ചെയ്യുന്ന മീൻസ് നിങ്ങളുമായിട്ട് സഹകരിക്കുന്ന വ്യക്തികൾ വരാറുണ്ടോ ഇത് സപ്ലൈ ചെയ്യുന്ന സമയത്ത്? തീർച്ചയായിട്ടും. അത് തന്നെയാണ് അവരുടെ മക്കളെ കൊണ്ടിട്ട്, അതായത് ഷീറ്റ് മാത്രമേ ഞങ്ങൾ വിരിക്കുള്ളൂ. ബാക്കി വെക്കുന്ന വെള്ളം മുതൽ നെയ്ച്ചോറായിക്കോട്ടെ, ചിക്കൻ കറി ആയിക്കോട്ടെ, ഈന്തപ്പഴം ആയിക്കോട്ടെ, ആപ്പിള് തുടങ്ങിയിട്ടുള്ള എല്ലാം ആ കുഞ്ഞു മക്കൾ 3 വയസ്സുള്ള മക്കൾ മുതൽ ഇതുവരെ 3 വയസ്സുള്ള മക്കൾ വന്നിട്ടുണ്ട്, 15 വയസ്സുള്ളത്, 14 വയസ്സുള്ളത്. എൻ്റെ ഇതിൽ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവരെ കൊണ്ടിട്ടാണ് നമ്മളത് ചെയ്യിക്കുന്നത്. കാരണം അവരിലാണ് ഈ മെസ്സേജ് എത്തേണ്ടത്. നാളെയുടെ ലോകം, നന്മയുടെ ലോകം അവർക്കാണ് പ്രദാനം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇന്ന് ഈ ഒരു ഏജിൽ അവർ ഫ്ലെക്സിബിളാണ്. നമ്മൾ ഏത് വഴിയിലേക്ക് അവരെ തിരിച്ചുവിടുന്നത്, നന്മയുടെ വഴിക്കാണെങ്കിൽ അവർ ആ ലൈനിലേക്ക് പോകും. അപ്പോൾ അതിന് പാരൻസും കൂടെ തയ്യാറാവണം, എങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. എനിക്കിനി ചോദിക്കേണ്ടത്, ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നു, കുട്ടികളുടെ മൂല്യം വളർത്തുന്നു, മതസൗഹാർദ്ദം, ഇതൊരു സമൂഹ സേവനം തന്നെയാണ് അല്ലേ. ഈ സാമൂഹ്യ സേവനം എന്ന ഒരു ആശയം ഉള്ളിൽ വരാൻ ഏതെങ്കിലും വ്യക്തി മോട്ടിവേഷൻ ആയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം, അതിനോട് ഇത്രയും താല്പര്യവും ഇഷ്ടമൊക്കെ എന്നിൽ തോന്നിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വമുള്ള ഡോക്ടർ ഷാനവാസ് PC. മരിച്ചുപോയ അതെ. അദ്ദേഹമാണ് എന്നിൽ ഇത്രത്തോളം ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ അത് നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. കുടുംബത്തിൽ യത്തീംഖാനയിൽ കൊടുക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഭിക്ഷ യാചിച്ചു വരുന്ന ആൾക്കാരിലേക്ക് കൊടുക്കും. പക്ഷെ ഇത് അധികം ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും? അതിനെ ബാക്കിയുള്ള ആൾക്കാരോട് നമ്മൾ ഏത് രീതിയിലാണ് പറയേണ്ടത്, ഏത് രീതിയിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നതും ഞാൻ പഠിച്ചതും ഡോക്ടർ ഷാനവാസ് PC-യിലൂടെ തന്നെയാണ്. ഡോക്ടർ ഷാനവാസ് PC-യുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എവിടെയോ പിന്നെ കുറിച്ചിട്ടതോ പറഞ്ഞതുമായ ഒരു ഡയലോഗ് ഞാനിപ്പോൾ ഓർക്കുന്നത് മുസ്തഫ. അത് സത്യത്തിൽ ഇറ്റ്സ് ക്വൈറ്റ് സർപ്രൈസിങ്. ആ ഫാസിൽ മുസ്തഫയാണ് ഈ ഫാസിൽ മുസ്തഫ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഗൾഫ് മേഖലയിൽ ആദിവാസികളെ അദ്ദേഹം പ്രധാനമായിട്ടും ആദിവാസികൾ സംരക്ഷിക്കുകയൊക്കെ ചെയ്ത അവരുടെ കൈകളിലേക്ക് എന്തെങ്കിലും ധനസഹായം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഫാസിൽ മുസ്തഫയെ ഏൽപ്പിക്കൂ, എന്നാലേ അത് ശരിക്കും ഡിസർവിങ് ആയിട്ടുള്ള പേഴ്സൻ്റെ കയ്യിൽ അതേ സ്ഥാനത്ത് എത്തൂ എന്ന് ഡോക്ടർ ഷാനവാസ് പറഞ്ഞ ആ ഒരു കോട്ട് ഞാനിപ്പോൾ ആ ഫാസിൽ മുസ്തഫ തന്നെയല്ലേ ഫാസിൽ മുസ്തഫ? അല്ല, അത് പറഞ്ഞത് അങ്ങനെയല്ല. അതിനകത്ത് ഡോക്ടർ ഫേസ്ബുക്ക് സ്റ്റാറ്റസിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മഹത്തായ കർമ്മമാണ്. ഇതിൽ ഞാനുമായി പങ്കുചേരാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക്
ഫാസിൽ മുസ്തഫയെ Yes. കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ആ രീതിയിലായിരുന്നു ഡോക്ടറുടെ ആ ഒരു സ്റ്റാറ്റസ്. അപ്പോൾ അത് പ്രകാരം തന്നെയായിരുന്നു വർക്ക്. പിന്നെ പെട്ടെന്ന് ഡോക്ടർക്ക് അങ്ങനെ സംഭവിച്ചു. വളരെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ ഒരു മീൻസ് ആദിവാസികളുടെ സംരക്ഷണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ല. ഡോക്ടർ മരിക്കുന്നതിന് മുമ്പ് തന്നെ ആത്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാരിറ്റി ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി കുറേ അംഗങ്ങളെ ഡോക്ടർ മീൻസ് കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലുള്ളതിൽ. അദ്ദേഹത്തിൻ്റെ സഹോദരനാണോ ഇപ്പോൾ അതിൻ്റെ? ഇല്ല, സഹോദരൻ ഖത്തറിലാണ്. പിന്നെ അത് കൂടാതെ ഡോക്ടർ തന്നെ ഏൽപ്പിച്ചു പോയ കുറച്ച് ആൾക്കാരുണ്ട്. അവർ തന്നെയാണ് അതിപ്പോൾ നോക്കി നടത്തുന്നത്, കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഡോക്ടർ നിർത്തിവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഒരു ടീം അല്ലേ? അപ്പോൾ നേരത്തെ സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഭാര്യയുടെ സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. മറ്റ് ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഇവിടെ പ്രവാസികളായിട്ടുണ്ടോ? അവരുടെ സപ്പോർട്ട് അവരെങ്ങനെ കാണുന്നു? സഹോദരങ്ങളോ അങ്ങനെ ആരെങ്കിലും? അതെ, എല്ലാവരും ഇതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. തുടക്കത്തിൽ ഇതിന് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 3-4 ദിവസത്തിന് ശേഷം അതെല്ലാം പതുക്കെ മാറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതൊരു എന്താ പറയുക, നമ്മുടെ പാലക്കാട്ടിലെ ഞങ്ങളുടെ ഭാഷയിൽ പറയും 4 ആൾക്ക് മേലാളാകാനുള്ള ഒരു സ്റ്റണ്ടോ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമല്ല. ഇത് മക്കളിലേക്ക് നാളെ ഈ പുണ്യകർമ്മങ്ങൾ അല്ലെങ്കിൽ ഈ നന്മകൾ എത്തേണ്ട മക്കളിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ എത്തേണ്ടത്. അപ്പോൾ അവരെയാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. അവർക്കാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഫാസിൽ, ഒരുപാട് സന്തോഷമുണ്ട് സാരഥിയുടെ ഭാഗമായാലും NTVയിലൂടെ ഫാസിൽ ചെയ്യുന്ന പ്രവൃത്തികൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക്, കൂടുതൽ നന്മയുള്ള മനസ്സുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ അത് ഞങ്ങളുടെ പുണ്യമായി കരുതുന്നു, NTVയുടെയും സാരഥിയുടെയും പുണ്യമായിട്ട് കരുതുന്നു. ഇനിയും ഒരുപാട് സഹായങ്ങൾ, നല്ല മനസ്സുകളുടെ സഹായങ്ങൾ ഫാസിലിൻ്റെ ഈ സംരംഭത്തിന് ഉണ്ടാവട്ടെ എന്ന് ഏറ്റവും നല്ല മനസ്സോടുകൂടി ഞാനും സാരഥിയും NTVയും ആശംസിക്കുന്നു. എനിക്ക് ഉള്ളൂരിൻ്റെ 2 വരികളാണ് എനിക്കിവിടെ, കവിതയാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അടുത്തു നിൽക്കും അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോൻ, അരൂപൻ ഈശ്വരൻ അദൃശ്യനെങ്കിൽ അതിനെന്താശ്ചര്യം എന്ന് മഹാകവി എഴുതുകയുണ്ടായി. അടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അരൂപനായ ഈശ്വരൻ അദൃശ്യനായതിൽ എന്താണ് ആശ്ചര്യം എന്നാണ് കവി ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഫാസിൽ പറഞ്ഞതുപോലെ നമ്മുടെ വരുന്ന തലമുറ, നമ്മുടെ കുഞ്ഞു മക്കൾ അടുത്ത് നിൽക്കുന്ന അനുജൻ്റെ ദുരവസ്ഥ അല്ലെങ്കിൽ അനുജനെ അവൻ കാണട്ടെ, അതിലൂടെ അരൂപനായ ഈശ്വരനെയും അവൻ തൊട്ടറിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സാരഥി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫാസിൽ, ഒരുപാട് നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം.